ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടൊമാറ്റോ തൊക്കു തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. പുളി അതുപോലെ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയതായിട്ട് നമ്മളിതൊന്ന് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് റെഡിയായി കിട്ടും. നമുക്കൊരു 1-2 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് കടുക് വറുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കണം. ഈ പുളി ഒരല്പം പഴകിയതാണ്, 1 വർഷമായതാണ്. അതുകൊണ്ട് അല്പം കളറിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഫ്രഷ് പുളി ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കളർ ഇതിന് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കും. നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഇതിൽ ഒട്ടും കാണാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ 1 മാസം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിനകത്താണെങ്കിൽ ഒരു 3 മാസം വരെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷാണ്. എന്തായാലും നമ്മൾ ചട്നിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലെ അല്പം നമ്മുടെ കയ്യിലൊന്ന് സ്റ്റോക്ക് ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് വെള്ളം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്തുകൊള്ളുക. തണുക്കുന്നതിനനുസരിച്ച് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. ഞാൻ ഇത്രയും ഓയിൽ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, നല്ലെണ്ണയാണ്. അതുകൊണ്ട് ഇതിലോട്ട് തന്നെ ഞാൻ കടുക് വറുത്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴേക്ക് അല്പം ഉഴുന്നും പൊട്ടുകടലയും ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ഒരു മുളക് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ തക്കാളി തൊക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണയാണെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കേടായി പോകാനും സാധ്യതയുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു പിഞ്ച് കായം, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഓയിലൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളിത് നന്നായി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ജലാംശം ഒട്ടും തന്നെയില്ല. അങ്ങനെ നമ്മുടെ വളരെ രുചിയേറിയ തക്കാളി തൊക്കു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.